ഞാൻ ഇത് മാത്രം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇന്ന് എനിക്ക് അല്ല അതെനിക്കറിയില്ല. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനകത്ത് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഓരോ വാർത്ത കൊടുക്കും, അത് എന്നോട് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കും. ദൈവം സഹായിച്ചിട്ട് ഞാൻ പങ്കെടുക്കില്ല, എൻ്റെ ഉത്തരവാദിത്വമല്ലേ. അതിനകത്ത് ഞാൻ പറഞ്ഞത് അതിനകത്തുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പാർട്ടാവില്ല എന്ന് ഞാൻ ലീഡർഷിപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അവർ അവരുടെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവർ ഒറ്റക്ക് കേൾക്കണം. എനിക്കറിയില്ല. പിന്നെന്താ സംശയം? നിങ്ങൾ ഇപ്പം ശശി തരൂറിൻ്റെ വിഷയം വന്നു, ഞാൻ ഇന്ന് മുതലേ ഞാൻ ഒറ്റ നെറേറ്റീവാണ് ഞാൻ പറയുന്നത്, ഒന്നും ഉണ്ടാവില്ല, എല്ലാം കൂളാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ പാടില്ല. ആരായാലും ഞാൻ നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. കാര്യം നിങ്ങൾക്ക് വാർത്തകൾ വേണമായിരിക്കും, അതിന് പിന്നാലെ പോയി ഒരു ന്യൂസിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതികൾ. ഇപ്പം ഞാൻ തന്നെ പത്തനംതിട്ടയിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞു. പത്തനംതിട്ട ഞാൻ പ്രസംഗിക്കുന്നത് വേറെ കാര്യം, അതിൻ്റെ നെറേറ്റീവായി വരുന്നത് മറ്റൊരു കാര്യം. നമ്മൾ മനസ്സിൽ പോലും സങ്കല്പിക്കാത്തൊരു കാര്യം നെറേറ്റീവ് ഉണ്ടാക്കുക. ഇപ്പം തൽക്കാലം ഇത് മതി. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് മനസ്സിലായി. ഇത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കേരളത്തിന്റെ ജീവനെ ബാധിക്കുന്ന ഇഷ്യൂ. അപ്പൊ അതിൽ മതി. എന്റെ വാർത്താ അത് മാത്രമാണ്.